Hey Siri, everything you want to know about Apple. Hi everyone, this is Abin from Evika. അങ്ങനെ നമ്മുടെ iOS 16.3ൻ്റെ ആർസി റിലീസ് ഇപ്പോൾ നമുക്ക് വന്നിട്ടുണ്ട്. ഈ ഒരു അപ്ഡേഷൻ വന്നപ്പോൾ തന്നെ ഞാൻ പറഞ്ഞായിരുന്നു നമുക്ക് ബീറ്റ 2 കഴിഞ്ഞാൽ മിക്കവാറും ആർസി റിലീസായിരിക്കും വരാൻ പോകുന്നത്. അതേ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ആർസി റിലീസാണ് ബീറ്റ 2 കഴിഞ്ഞിട്ട് വന്നിരിക്കുന്നത്. ഈ ഒരു അപ്ഡേഷൻ ഏകദേശം 4.82 GB ഐഫോൺ 11 പല ഡിവൈസിലും പല സൈസിലോട്ടായിരിക്കും ആ ഒരു അപ്ഡേഷൻ വരിക. അതോടൊപ്പം തന്നെ ആപ്പിൾ iPadOS 16.3 ആർട്സ് റിലീസ് ചെയ്യുന്നുണ്ട്, watchOS 9.3 ആർട്സ് റിലീസ് ചെയ്യുന്നുണ്ട്, macOS 13.2 ആർട്സ് റിലീസ് ചെയ്യുന്നുണ്ട്, tvOS ആൻഡ് HomePodOS 16.3 ആർട്സ് റിലീസ് ചെയ്യുന്നുണ്ട്, iOS 15.7.3 ആർട്സ് റിലീസ് ചെയ്യുന്നുണ്ട്, അവസാനമായി iPadOS 15.7.3 ആർട്സ് റിലീസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു iOS 16.3ൻ്റെ പുതിയ വിശേഷങ്ങൾ പറയും തൊട്ട് മുമ്പായിട്ട് ഞാൻ നിങ്ങളെ എല്ലാവരെയും നമ്മുടെ സ്വന്തം ആപ്പിൾ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. അവിടെ ജോയിൻ ചെയ്യണമെങ്കിൽ ആപ്പിൾ വരുന്ന ഓരോ പുതിയ ലീക്സും റൂമേഴ്സും അപ്ഡേറ്റ്സ് ന്യൂസും വാൾപേപ്പേഴ്സും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ അവിടെ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുകയാണ്. അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി. ഇപ്പോൾ തന്നെ ഒരു ആപ്പിൾ ടെലിഗ്രാം മെമ്പറായിട്ടും നിങ്ങൾക്ക് മാറാം. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാ കൂട്ടുകാരും ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഈ ഒരു iOS 16.3 ഞാൻ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഏറ്റവും ആദ്യം വന്നത് നമ്മളൊരു പുതിയ ഐഫോൺ ഓൺ ചെയ്യുമ്പോൾ ആ ഒരു ബൂട്ടപ്പ് മെനു വരുന്ന പോലെയാണ് എൻ്റെ ഈ ഒരു അപ്ഡേഷൻ കഴിഞ്ഞിട്ട് എനിക്ക് വന്നത്. അത് എല്ലാ ഡിവൈസിലും ചിലപ്പോൾ വരണമെന്നില്ല. ചില ഡിവൈസിൽ നമുക്ക് ആ ഒരു അപ്ഡേഷൻ ചെയ്തതിനാൽ ഫുൾ ഡിവൈസ് ഒരു ബൂട്ടപ്പ് ചെയ്യുന്ന പോലെ, അതായത് ഫ്രഷ് ഫോൺ ഓൺ ചെയ്യുമ്പോൾ വരുന്ന ആ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും ചില ഫോണിൽ വരുന്നത്. എൻ്റെ ഫോണിൽ അത് വന്നായിരുന്നു. അതോടൊപ്പം നമ്മുടെ ഈ പറയുന്ന iOS 16.3ൻ്റെ ബിൽ നമ്പർ നമുക്ക് നോക്കാം. നമുക്ക് സെറ്റിങ്സിൽ പോവാം. അവിടെ ജനറൽ എബൌട്ട് സെക്ഷനിൽ പോയി നമ്മുടെ സോഫ്റ്റ് വേർഷൻ ടാപ്പ് ചെയ്യുമ്പോൾ ഇപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും 20D47 എന്ന്. മിക്കവാറും ഈ സെയിം ബിൽ നമ്പർ തന്നെയായിരിക്കും നമ്മുടെ ഒഫീഷ്യൽ ബിൽ നമ്പറായിട്ടും വരാൻ പോകുന്നത്. അതേപോലെ നമ്മുടെ ഈ ഒരു അപ്ഡേഷനിൽ നമുക്ക് പുതിയൊരു മോഡേൺ ഫേമിൻ്റെ അപ്ഡേഷൻ വന്നിട്ടുണ്ട്. 14 Pro Maxലാണ് ആ ഒരു അപ്ഡേഷൻ. ആപ്പിൾ കൂടുതൽ അപ്ഡേഷൻ പുഷ് ചെയ്തിരിക്കുന്നത് 14 Pro Maxലാണ്. നമുക്ക് ആദ്യം വന്നിരിക്കുന്ന മാറ്റം എവിടെയെന്ന് വെച്ചാൽ നമ്മുടെ വാൾപേപ്പറിലാണ് ആദ്യം വന്നിരിക്കുന്ന മാറ്റം എന്നത്. നമ്മൾ ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ട് നമുക്കിപ്പോൾ ഒരു പുതിയ വാൾപേപ്പർ ആഡ് ചെയ്യാം. ഇവിടെ ജസ്റ്റ് ആഡ് കൊടുത്തു. താഴത്തേക്ക് പോകുമ്പോൾ നമുക്ക് യൂണിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുതിയ ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഇവിടെ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ ഒരു പുതിയ വാൾപേപ്പർ സെക്ഷനാണ് വന്നിരിക്കുന്നത്. അതേപോലെ നമുക്ക് പല ഡിഫറെൻ്റ് ആയിട്ടുള്ള കളർ ഓപ്ഷൻസും ഇവിടെ വരുന്നുണ്ട്. ഈ ഒരു കളർ ഓപ്ഷൻസ് ഈ ഒരു പ്രത്യേകമായുള്ള യൂണിറ്റി എന്ന് പറഞ്ഞ വാൾപേപ്പർ സെക്ഷൻ മാത്രമാണ്. അതേപോലെ നമ്മുടെ ക്ലോക്കിൻ്റെ ഫോണ്ടിലും ഒരു ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ട്. അവിടെ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള 3 ബോൾഡ് ഫോണ്ടുകളും നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ഒരു ബോൾഡ് ഫോണ്ട് അല്ലെങ്കിൽ ഈ ഒരു റൗണ്ടഡ് ബോൾഡ് ഫോണ്ട് നമ്മുടെ യൂണിറ്റി എന്ന് പറഞ്ഞ വാൾപേപ്പറിന് മാത്രമാണ് വരുന്നത്. വേറെ ഒരു വാൾപേപ്പറിനും ഈ ഒരു ഫോണ്ടുകൾ വരുന്നതല്ല. അടുത്ത വന്ന മാറ്റം എന്ന് പറയുന്നത് നമ്മുടെ US-ലാണ് ആദ്യം വന്നത്. ഇപ്പോൾ ഗ്ലോബലി ആ ഒരു മാറ്റം ആപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ട്. അത് എവിടെയെന്ന് വെച്ചാൽ നമ്മൾ സെറ്റിങ്സിലേക്ക് പോവുക. സെറ്റിങ്സിൽ പോയി കണ്ട് നമ്മുടെ ആപ്പിൾ ഐഡിയിൽ നമ്മൾ ടാപ്പ് ചെയ്യുക. അതിനുശേഷം നമ്മൾ iCloud ടാപ്പ് ചെയ്തിട്ട് നേരെ താഴത്തേക്ക് പോകുമ്പോൾ ഇവിടെ അഡ്വാൻസ് ഡാറ്റ പ്രൊട്ടക്ഷൻ എന്ന ഓപ്ഷൻ നമുക്ക് കാണാൻ പറ്റും. അവിടെ ഓൺ ചെയ്യുക. അവിടെ ഓൺ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ടാപ്പ് ചെയ്യുമ്പോൾ ടേൺ ഓൺ അഡ്വാൻസ് ഡാറ്റ പ്രൊട്ടക്ഷൻ എന്നുള്ള ഓപ്ഷൻ നമുക്കിവിടെ കാണാൻ പറ്റും. ഈ ഒരു ഓപ്ഷൻ കഴിഞ്ഞ ബീറ്റിൽ ഞാൻ പറഞ്ഞായിരുന്നു ഗ്ലോബലി നമുക്ക് അടുത്ത അപ്ഡേഷനിലായിരിക്കും വരുന്നതെന്ന്. അതേപോലെ തന്നെ അടുത്തൊരു അപ്ഡേഷനിൽ നമുക്ക് ഈ ഒരു ഓപ്ഷൻ എനേബിൾ ആയിട്ടുണ്ട്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ യൂസ് ചെയ്യുന്ന കുറേയധികം ആപ്സുകൾ ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഡിവൈസ് ബാക്കപ്പ്, മെസ്സേജ്, iCloud, നോട്ട്സ്, ഫോട്ടോസ്, അങ്ങനെ കുറേയധികം ആപ്പുകൾ ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുള്ള പോലെ ഈ ആപ്പുകൾ വരുന്ന ഡാറ്റ നമുക്ക് മാത്രമാണ് ആക്സസ് ചെയ്യാൻ പറ്റുന്നത്. സേ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഈ പറഞ്ഞ നമ്മുടെ iCloudൽ സ്റ്റോർ ചെയ്യുന്ന എല്ലാ ഡാറ്റാസിൻ്റെയും ഒരു കോപ്പി ആപ്പിളിൻ്റെ സെർവറിൽ എപ്പോഴും സേഫ് ആയിരിക്കും. പക്ഷേ ആ ഒരു കോപ്പി ഏതെങ്കിലും ഒരു സൈബർ അറ്റാക്ക് മൂലം ബ്രീച്ച് ചെയ്യാനുള്ള കാരണമുണ്ടെങ്കിൽ അത് വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മുടെ ഡാറ്റ നമ്മുടെ കൈക്കുള്ളിൽ തന്നെ വെക്കാൻ വേണ്ടിയാണ് ആപ്പിൾ ഈ ഒരു ഓപ്ഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഈ ഒരു ഓപ്ഷൻ നമ്മൾ എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ഒരു പോപ്പപ്പ് ആയിരിക്കും ആദ്യം വരുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കണ്ടാൽ മനസ്സിലാവും യു വിൽ ബി റെസ്പോൺസിബിൾ ഫോർ യുവർ ഡാറ്റ റിക്കവറി എന്ന്. നമ്മുടെ ഈ പറയുന്ന ഡാറ്റ റിക്കവറി നമ്മൾ മാത്രമായിരിക്കും
കാരണക്കാർ. കാരണം ഇപ്പോൾ നമ്മുടെ ഫോണിൽ ഏതെങ്കിലും ഡാറ്റ ഈ ഒരു ഡാറ്റ പ്രൊട്ടക്ഷൻ വഴി സേവ് ചെയ്യുകയാണെങ്കിൽ ഇതിൽ നിന്ന് എന്തെങ്കിലും പോയാൽ റിക്കവറി ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ആ ഒരു റിക്കവറി ചെയ്യണമെന്നാണെങ്കിൽ നമുക്കിവിടെ റിക്കവറി അക്കൗണ്ടും സെറ്റപ്പ് ചെയ്യാൻ പറ്റുന്നതാണ്. ഒരു ഓൾട്ടർനേറ്റീവ് വേ ഉണ്ട്. പക്ഷേ ആപ്പിൾ അതിന് ഒരു മുൻകൂർ ജാമ്യം എടുക്കുന്ന പോലെ തന്നെ ആദ്യം പറയുന്നുണ്ട്, ഇങ്ങനെ നിങ്ങൾ പ്രൊട്ടക്ഷൻ ചെയ്യുകയാണെങ്കിൽ ഡാറ്റ എല്ലാം സേഫായിട്ട് വെക്കുകയാണെങ്കിൽ അതിന് എന്തെങ്കിലും പോകുമ്പോൾ പിന്നെ ആപ്പിളിൻ്റെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ റിക്കവറി ചെയ്യാൻ പറ്റുമെന്ന് ഉറപ്പില്ല എന്നാണ് ആപ്പിൾ ഈ ഒരു നോട്ടീസ് കൊണ്ട് മീൻ ചെയ്യുന്നത്. അടുത്ത വന്ന ബഗ് ഫിക്സസ് എന്ന് പറയുന്നത് നമ്മുടെ ഫ്രീ ഫോം എന്ന് പറഞ്ഞ ആപ്പിലാണ്. ഈ ഒരു ആപ്ലിക്കേഷനിൽ കുറേ അധികം ബഗ് ഫിക്സസ് ആപ്പിൾ വരുത്തുന്നുണ്ട്. മെയിനായിട്ട് വന്നിരിക്കുന്നത് ബ്രഷുകളുടെ സ്ട്രോക്കിലാണ്. ഈ ഒരു ബ്രഷ് എടുത്തിട്ട് നമുക്കിപ്പോൾ വരക്കുമ്പോൾ കറക്റ്റായിട്ട് ആ ഒരു സ്ട്രോക്ക് വരുന്നുണ്ട്. ചില ഡിവൈസിൽ ഈ ഒരു സ്ട്രോക്ക് സിങ്ക് ആവുന്നുണ്ടായിരുന്നില്ല. ചില ഡിവൈസിൽ ഈ സ്ട്രോക്ക് വരക്കുമ്പോൾ ഈ ഒരു ബട്ടറി സ്മൂത്തും കിട്ടുന്നുണ്ടായിരുന്നില്ല. ആ ഒരു പ്രശ്നം ആപ്പിൾ ഈ ഒരു അപ്ഡേഷനിലൂടെ മാറ്റിയിട്ടുണ്ട്. അടുത്ത ബഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വാൾപേപ്പറിൽ വന്ന ബഗ്ഗാണ്. വാൾപേപ്പറിൽ വന്ന ബഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ 14 പ്രോയിലും 14 പ്രോ മാക്സിലും വന്ന ബഗ്ഗാണ് ഈ ഒരു വാൾപേപ്പറിൽ വന്നത്. നമ്മുടെ ഡിസ്പ്ലേ ആൻഡ് ബ്രൈറ്റ്നസ് എന്ന ഓപ്ഷനിൽ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ നമുക്ക് ഓൺ ചെയ്യാൻ പറ്റും 14 പ്രോ ആൻഡ് 14 പ്രോ മാക്സിൽ. ആ ഒരു ഡിവൈസിൽ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഓൺ ചെയ്യുമ്പോൾ നമുക്ക് ഫുൾ സ്ക്രീനും ബ്ലാക്ക് ഔട്ട് ആക്കാൻ പറ്റും. അല്ലെങ്കിൽ നമ്മുടെ വാൾപേപ്പർ തന്നെ ചെറുതായിട്ട് ഡിമ്മാക്കി 1 ഹെഡ്സിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ ആ ഒരു ഡിസിഷൻ ഒട്ടുമിക്ക യൂസേഴ്സിനും ഇഷ്ടമായിരുന്നില്ല. കാരണം നല്ല രീതിക്കുള്ള ബഗ് ആ ഒരു ഓൾവേസ് ഓൺ ഡിസ്പ്ലേയിൽ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു iOS 16.3യിൽ ആപ്പിൾ മാക്സിമം ആ ഒരു ഓൾവേസ് ഓൺ ഡിസ്പ്ലേയിൽ വാൾപേപ്പർ ഡിമ്മാക്കുന്നുള്ള ആ ഒരു ബഗ് ആപ്പിൾ റിസോൾവ് ചെയ്തിട്ടുണ്ട്. അടുത്ത വന്ന അപ്ഡേറ്റും 14 പ്രോ മാക്സിലുള്ള ഒരു ബഗ്ഗാണ്. കാരണം നമ്മുടെ 14 പ്രോ മാക്സിലൊക്കെ ഹൊറിസോണ്ടലായിട്ട് ലൈൻ വരുന്ന ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അത് യൂസേഴ്സിന് ഏറ്റവും കൂടുതൽ പ്രശ്നമുണ്ടാക്കിയ ഒരു ബഗ്ഗും കൂടിയായിരുന്നു. അതിനെ ഏറ്റവും എഫിഷ്യൻ്റായിട്ട് അല്ലെങ്കിൽ ഏറ്റവും മുൻഗണന കൊടുത്തുകൊണ്ട് തന്നെ ആപ്പിൾ ഈ ഒരു അപ്ഡേഷനിൽ അത് റിസോൾവ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ഭാവിയിലേക്കുള്ള അപ്ഡേറ്റ്സിൽ അല്ലെങ്കിൽ ഈ വരുന്ന അപ്ഡേറ്റ്സിൽ കുറേയധികം ഫോണുകളുടെ ആ ഒരു ഹൊറിസോണ്ടൽ ലൈനിൻ്റെ ബഗ്ഗുകൾ കുറയാൻ നല്ല ചാൻസ് ഉണ്ട്. അതേപോലെ അടുത്ത് വന്ന ബഗ് ഫിക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സിറി റെസ്പോൺസിൻ്റെ ബഗ് ഫിക്സ് ആണ്. ചില സമയത്ത് നമ്മൾ സിറി ആക്ടിവേറ്റ് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു പാട്ട് പ്ലേ ചെയ്യാൻ പറയുകയാണെങ്കിൽ ആ ഒരു പാട്ട് പ്ലേ ചെയ്യില്ല. സിറിക്ക് തോന്നുന്ന പാട്ടായിരിക്കും ചിലപ്പോൾ പ്ലേ ചെയ്യുന്നത്. അതേപോലെ തന്നെ ചില സമയം നമ്മുടെ സിറിയുടെ അടുത്ത് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ സിറി മോള് നമ്മുടെ അടുത്ത് പറയുന്നത് വേറെ ഏതെങ്കിലും ഒരു കാര്യമായിരിക്കും. അതുകൊണ്ട് തന്നെ കറക്റ്റായിട്ടുള്ള റെസ്പോൺസിന് വേണ്ടിയുള്ള ആ ഒരു സിറി അപ്ഡേറ്റും ആപ്പിൾ ഈ ഒരു ബഗ് ഫിക്സിലൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നീട് പെർഫോമൻസിൻ്റെ കാര്യം പറയുമ്പോൾ സത്യം പറയാലോ നല്ല സ്മൂത്തായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓരോ ആപ്ലിക്കേഷൻസ് എടുക്കുമ്പോഴും ആ ഒരു ബട്ടറി സ്മൂത്ത്നെസ് എനിക്ക് ഈ ഒരു ഡിവൈസിൽ ഇപ്പോൾ അപ്ഡേഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് തോന്നുന്നുണ്ട്. നമ്മുടെ ബെഞ്ച് മാർക്ക് നോക്കുകയാണെങ്കിൽ സിംഗിൾ കോർ വരുന്നത് 1328ഉം മൾട്ടി കോർ വരുന്നത് 3084ഉമാണ്. ഞാൻ പറഞ്ഞ പോലെ അത്യാവശ്യം നല്ല രീതിക്കുള്ള സ്മൂത്ത്നെസ് എനിക്ക് വരുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ആപ്സ് ഒക്കെ എടുക്കുമ്പോൾ നല്ല സ്മൂത്തായിട്ട് ആപ്സ് പോവുകയും ക്ലോസ് ആവുകയും എല്ലാം ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ നമ്മുടെ കൺട്രോൾ സെൻറ്ററൊക്കെ ജസ്റ്റ് സ്വൈപ്പ് ഡൗൺ ചെയ്ത് കാണിച്ചുതരാം. നല്ല സ്മൂത്തായിട്ട് എനിക്ക് എൻ്റെ ഡിവൈസിൽ നിന്ന് പെർഫോമൻസ് കിട്ടുന്നുണ്ട്. ഹീറ്റിൻ്റെ കാര്യം അല്ലെങ്കിൽ തേർമൽ ഇഷ്യൂൻ്റെ കാര്യം പറയുമ്പോൾ അത്യാവശ്യം നല്ല തേർമൽ മാനേജ്മെൻറ്റ് ഈ ഒരു അപ്ഡേഷനിൽ വന്നിട്ടുണ്ട്. ലാസ്റ്റ് ഒരു ബീറ്റ 2ൽ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്ത് പറഞ്ഞായിരുന്നു എൻ്റെ ഈ ഒരു ഭാഗത്തും സൈഡിലേക്ക് എനിക്ക് ചൂട് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ഞാൻ ഷൂട്ട് ചെയ്യുന്ന ആ ഒരു സിറ്റുവേഷൻ കുറച്ച് ചൂടുള്ളതായിരുന്നു. അതുകൊണ്ട് എൻ്റെ ഡിവൈസ് കുറച്ച് ചൂടായിട്ട് എനിക്ക് ഫീൽ ചെയ്തു വന്നു. പക്ഷേ അതിനുശേഷം ഞാൻ എൻ്റെ ഡിവൈസ് ഓവറോൾ ഒരു 3-4 ദിവസം യൂസ് ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി അത്യാവശ്യം ചൂട് മാനേജ് ചെയ്യുന്നുണ്ട്. ആ ഒരു പ്രോസസ്സിംഗ് ആണ് നമ്മുടെ ബീറ്റ 2ലും ആപ്പിൾ കൊണ്ടുവന്നത്. അതേപോലെ നമ്മുടെ ബാറ്ററിയുടെ കാര്യം പറയുമ്പോഴും ഞാൻ എൻ്റെ കൂട്ടുകാർ എപ്പോഴും പറയാറുണ്ട് ഒരു അപ്ഡേഷൻ ചെയ്തു അപ്പോൾ തന്നെ ഒരാൾക്കും ആ ഒരു ബാറ്ററിയുടെ പെർഫോമൻസ് അല്ലെങ്കിൽ ആ ഒരു ബാറ്ററിയുടെ ലോഗ് പറയാൻ പറ്റില്ല. ഇപ്പോൾ എൻ്റെ ഡിവൈസിൻ്റെ ബാറ്ററി ലോഗോ അല്ലെങ്കിൽ ബാറ്ററി ചാർട്ട് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. അത്യാവശ്യം നല്ല രീതിക്കുള്ള യൂസേജും ബാറ്ററി കൺസപ്ഷനും ഞാൻ ചെയ്യുന്നുണ്ട്. ഞാൻ ബാറ്ററി കുത്തിയിടുന്നതും രാത്രിയാണ് അല്ലെങ്കിൽ ഫോൺ കുത്തിയിടുന്നത് രാത്രിയാണ്. ഞാനങ്ങനെ രാത്രി കുത്തിയിട്ട പ്രശ്നവും എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയല്ല. ഞാൻ രാത്രി ഫോൺ കുത്തിയിട്ടിട്ട് കിടന്നുറങ്ങുന്ന ഒരു വ്യക്തി തന്നെയാണ്. എൻ്റെ സ്ക്രീൻ ഓൺ ടൈം എന്ന് പറഞ്ഞാൽ 7 മണിക്കൂറും 29 മിനിറ്റുമാണ്. സ്ക്രീൻ ഓഫ് ടൈം എന്ന് പറഞ്ഞാൽ 56 മിനിറ്റുമാണ്. ഞാൻ അത്യാവശ്യം നല്ല രീതിക്ക് എൻ്റെ ഡിവൈസ് യൂസ് ചെയ്യുന്നുണ്ട്. മാക്സിമം ഈ ഒരു ഡിവൈസിൻ്റെ പൊട്ടൻഷ്യലും ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്.
എൻ്റെ ബാറ്ററി ബാക്കപ്പ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ബാറ്ററി പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ 85% ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഞാൻ ഹാപ്പി ആയിട്ട് തന്നെയാണ് ഈ ഒരു ഡിവൈസിൽ ബാറ്ററിയുടെ പെർഫോമൻസ് പറയുക. അതേപോലെ ഒരു 5-6 മാസം കഴിഞ്ഞ് എൻ്റെ 1% കുറഞ്ഞു എന്നൊക്കെ ചിന്തിക്കുന്നവരോടാണ് ഞാൻ ഈ ഒരു കാര്യം പറയാൻ പോകുന്നത്. അതൊക്കെ നോർമലാണ്. 6 മാസം 7 മാസമൊക്കെ പറയുന്നതല്ലാതെ 2 മാസത്തിൽ തന്നെ 1% 2% ഒക്കെ ബാറ്ററി പെർസെൻറ്റേജ് കുറഞ്ഞ വ്യക്തികളും എനിക്കറിയാവുന്നതാണ്. അത് നമ്മുടെ യൂസേജ് അനുസരിച്ച് ഈ പറയുന്ന ബാറ്ററിയുടെ പെർസെൻറ്റേജ് കുറയും. അതേപോലെ തന്നെ നമുക്ക് ബഗ്ഗുകളുണ്ടെങ്കിൽ ഓരോ സോഫ്റ്റ്വെയറിൻ്റെയും ബഗ്ഗുകളുണ്ടെങ്കിലും ഈ ഒരു നമ്പറിൽ കുറേയധികം ഫ്ലക്ച്വേഷൻസും വരാറുണ്ട്. ചിലവർക്കൊക്കെ ഈ ഒരു നമ്പർ സ്റ്റിൽ ഇപ്പോഴും 99 തന്നെ നിൽക്കുന്നവരുണ്ട്. പക്ഷേ ബാറ്ററി പെർഫോമൻസ് ആണെങ്കിൽ അത്രയും ലഭിക്കുന്നുമില്ല. അതൊക്കെ ഒരു ബഗ്ഗാണ്. ഈ ഒരു ന്യൂമറിക്കൽ നമ്പറിൽ മാത്രം നമുക്ക് ഒരിക്കലും ഈ ഒരു ബാറ്ററി പെർഫോമൻസ് വിശ്വസിക്കാൻ പറ്റില്ല. കൂടുതലായിട്ട് ഈ ഒരു ബാറ്ററിനെ ഡിപ്പെൻഡ് ചെയ്യരുത്. അതേപോലെ ഈ ഒരു ബാറ്ററി നമ്പറിനെയും ഡിപ്പെൻഡ് ചെയ്യരുത്. നിങ്ങളുടെ ഡെയിലി യൂസിൽ നിങ്ങൾ മാക്സിമം ഫോൺ യൂസ് ചെയ്യുക. ഏത് നേരവും ബാറ്ററിയുടെ പെർസെൻറ്റേജ് എടുത്ത് നോക്കാതിരിക്കുക. അതാണ് ബാറ്ററി പെർഫോമൻസിനും നിങ്ങളുടെ ഫോണിൻ്റെ ബാറ്ററി ഹെൽത്തിനും ഏറ്റവും നമ്പർ 1 ടിപ്പ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ഈ പറയുന്ന iOS 16.3 എന്നായിരിക്കും ഒഫീഷ്യൽ റിലീസ് ചെയ്യുന്നത് വെച്ചാൽ മിക്കവാറും 24-ാം തീയതി ആയിരിക്കും ഈ പറഞ്ഞ iOS 16.3ൻ്റെ ഒഫീഷ്യൽ അപ്ഡേറ്റ് വരുന്നത്. അതോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞ എല്ലാ അപ്ഡേഷൻസും ഈ ഒരു 24-ാം തീയതി വരും. എക്സെപ്റ്റ് iOS 15.7.3യും iPadOS 15.7.3യും ഈ ഒരു 24-ന് ഇറങ്ങുമെന്ന് എനിക്കൊരു സംശയമുണ്ട്. ചിലപ്പോൾ ഇറങ്ങും, അല്ലെങ്കിൽ ആ ഒരു വീക്കിൽ തന്നെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദിവസമായിരിക്കും ആ ഒരു അപ്ഡേഷൻസും വരാൻ പോകുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ iOS 16.3യിലെ പുതിയ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവരും ഇഷ്ടപ്പെട്ടു, അതേപോലെ ഹെൽപ്ഫുൾ ആണെന്ന് കരുതുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാ കൂട്ടുകാരും ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ റിലീസ് ചെയ്യുന്ന എല്ലാ പുതിയ വീഡിയോസും ഒരു നോട്ടിഫിക്കേഷനായിട്ട് വരികയും നിങ്ങളത് മറന്നു പോകാതെ കാണുകയും ചെയ്യും. അതോടൊപ്പം ഞാൻ നിങ്ങളെ ഒന്നും കൂടെ നമ്മുടെ സ്വന്തം ആപ്പിൾ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. അവിടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആപ്പിൾ വരുന്ന ഓരോ പുതിയ ലീക്സും റൂമേഴ്സും അപ്ഡേറ്റ്സ് ന്യൂസും വാൾപേപ്പേഴ്സും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ അവിടെ ജോയിൻ ചെയ്യാൻ ലിങ്കും ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി. ഇപ്പോൾ തന്നെ ഒരു ആപ്പിൾ ടെലിഗ്രാം മെമ്പറായിട്ടും നിങ്ങൾക്ക് മാറാൻ പറ്റും. അതല്ല, നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം വഴി അപ്ഡേഷൻസ് വേണമെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഐഡി ഞാൻ തൊട്ടതായിട്ട് കൊടുക്കുന്നുണ്ട്. Go follow me in Instagram too. And thank you so much for watching this short video. This is Abin Xavier signing from Evika.